ഒരു 50ഓളം പോസ്റ്റുകൾ മാർച്ച് മാസം വരെ നമ്മുടെ എടത്വ പഞ്ചായത്ത് ഓഫീസിൻ്റെ പുറകുവശത്ത് സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം അത് കാണാതായി. 1200 കിലോ കമ്പികൾ, അതും കുറച്ച് നാൾ വരെ ഈ പരിസരത്തുണ്ടായിരുന്നു. പിന്നെ അതും കാണാതായി. ഈ 50 പോസ്റ്റുകൾ തിരിച്ച് മെയിൻ്റനൻസ് ചെയ്ത് സ്ഥാപിച്ചെന്നാണ് സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പികളൊന്നും ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തോന്നില്ല. വെറും 8 mm മാത്രമേ ഈ കമ്പിയുടെ വലിപ്പമുള്ളൂ. ഇത് തൽക്കാലം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏതോ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. 3-4 ദിവസത്തിന് മുമ്പ് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കമ്പിയാണിത്. ഇത് 1200 കിലോ പോയിട്ട് 500 കിലോ പോലും ഇല്ല. ഇതിനെ പങ്കുവഹിച്ചിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും ഇതിന് മറുപടി പറയണം. നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ എടത്വ ഗ്രാമപഞ്ചായത്തിൽ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചതിനെ തുടർന്ന് ലഭിച്ച ഇരുമ്പ് കമ്പികൾ കാണാനില്ലെന്ന പരാതി. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. 1200 കിലോയോളം തൂക്കം വരുന്ന ഇരുമ്പ് കമ്പികളാണിപ്പോൾ കാണാതായെന്ന് പരാതി ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, എടത്വ പാലത്തിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് തൂണുകളും അത് പൊളിച്ചു നീക്കി 50ഓളം തൂണുകളും അവിടെ കാണുന്നില്ല എന്ന് വ്യാപകമായ പരാതി ഉയർന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തെപ്പറ്റി വിവരാവകാശ അപേക്ഷ പ്രകാരം ഒരാൾ ചോദിച്ചിരുന്നു. ഇവർക്ക് ഇവിടെ എത്തി നേരിട്ട് കമ്പി പരിശോധിച്ച് വിലയിരുത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടത്വ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന രമേശ് കുമാറിനു ആണ് ഇത്തരത്തിൽ ഒരു വിവരാവകാശം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം രമേശ് കുമാറിനും ഭാര്യയും നമുക്കൊപ്പമുണ്ട്. നിങ്ങളിവിടെ വന്ന് കണ്ടു. എങ്ങനെയുണ്ട്? 1200 കിലോ ഉണ്ടോ ഇവിടെ? ഇല്ല, 500 കിലോ പോലും ഇല്ല. ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ഉറപ്പായിട്ടും. ശരിക്കും ഈ 1200 കിലോയോളം ഈ ഇരുമ്പ് കമ്പി എവിടെ പോയി? അതറിയില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തണം. അത് ഒന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്തരത്തിൽ വിവരാവകാശമൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അതെ. ഇത് ഒരു 50ഓളം പോസ്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിന്റെ പുറകുവശത്ത് കൂട്ടിയിട്ടിരുന്നു. പഴയ പോസ്റ്റുകൾ. അത് നമ്മുടെ ഇവിടെ പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരത് മാറ്റിയതാണ്. കഴിഞ്ഞ ഒരു മാർച്ച് മാസം വരെ സ്ട്രീറ്റ് ലൈറ്റുകൾ അത് ഒരു മാർച്ച് മാസം വരെ നമ്മുടെ എടത്വ പഞ്ചായത്ത് ഓഫീസിൻ്റെ പുറകുവശത്ത് സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം അത് കാണാതായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്പികൾ 1200 കിലോ കമ്പികൾ, അതും കുറച്ച് നാൾ വരെ ഈ പരിസരത്തുണ്ടായിരുന്നു. പിന്നെ അതും കാണാതായി. 1.5 വർഷം മുമ്പുള്ള കാര്യം. അപ്പം നമ്മൾ ഇതുമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇതുപോലെ പാണ്ടങ്കരി പ്രദേശത്തുള്ള ഒരാൾ വിജിലൻസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും പിന്നീട് ആ പരാതി എന്തായെന്നും ഒരറിവുമില്ല. അതിനുശേഷം ഞങ്ങൾ വിവരാവകാശം വെച്ചപ്പോഴത്തേക്കുമാണ് ഈ 50 പോസ്റ്റുകൾ തിരിച്ച് മെയിൻ്റനൻസ് ചെയ്ത് സ്ഥാപിച്ചെന്നാണ് സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ യാതൊരുവിധ രേഖകളും വിവരാവകാശം നമുക്ക് തന്നിട്ടില്ല വിവരാവകാശ റിപ്പോർട്ടിൽ. പിന്നെ ഈ 1200 കിലോ കമ്പി നമ്മൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഞങ്ങളെ ഇന്ന് 25-ാം തീയതി ഇവിടെ രാവിലെ 10:30 വരണമെന്ന് പറഞ്ഞു. അപ്പോൾ 19-ാം തീയതി വരെ ഈ മാർക്കറ്റിൻ്റെ സമീപം ഇങ്ങനൊരു കമ്പിയോ കാര്യങ്ങളോ ഇല്ല. ഞങ്ങൾ ഈ വിവരാവകാശം വെച്ചതിന് ശേഷമാണ് എവിടുന്നോ ഇപ്പോൾ ഇത്രയും ഒരു 300 കിലോ മാക്സിമം കാണുമായിരിക്കും കമ്പി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. 1.5 വർഷം മുമ്പേ ലേലം ചെയ്യേണ്ട ഈ വിഷയം ഞങ്ങൾ വിവരാവകാശം വെച്ചതിന് ശേഷം ഇന്ന് അർജൻറ്റായിട്ട് ഇവർ പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇന്ന് ലേലം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1.5 വർഷം മുമ്പേ സ്ഥാപിച്ച ഒരു കമ്പിയാണെങ്കിൽ ചെളിയും പുല്ലുകളും വള്ളിയൊക്കെ കയറി മൊത്തം മോശപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കേണ്ടതാണ്. ഇതിപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കമ്പിയാണിത്. ഇത് 1200 കിലോ പോയിട്ട് 500 കിലോ പോലും ഇല്ല. ഇതിനെതിരെ ഞങ്ങൾ വിജിലൻസിൽ ഇപ്പോൾ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം അഴിമതി നടക്കുന്ന ഒരു എടത്വ പഞ്ചായത്ത് ഒരു ഭരണസമിതിയാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, പക്ഷിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതി ഇതേ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. ഇതുപോലെ പല പല ന്യൂസുകളും പരാതികളും. അതെ. അതുകൊണ്ടിപ്പോൾ ഈ ഒരു സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇതിന് ആരാണോ ഈ ഒരു കള്ളത്തരം ചെയ്തിരിക്കുന്നത് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരിക്കും ഇപ്പോൾ ഈ കമ്പിയും വിളക്കുകാലുകളെ കാണാതുള്ളൂ. അതെല്ലാം നോക്കുമ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ വരും. ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45-50 കിലോളം വെയിറ്റ് വരുന്നതാണ് ഒരു പോസ്റ്റ്. അങ്ങനത്തെ 50 പോസ്റ്റാണ് കാണാതായിരിക്കുന്നത്. നല്ല വില വരുന്നതാണ്. ഇത് പഞ്ചായത്തിന് കിട്ടേണ്ടതാണ്. അവർക്ക് കിട്ടേണ്ട പൈസയാണ് ഇപ്പൊ. അതെ. ഇതിനെ പങ്കുവഹിച്ചിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും ഇതിന് മറുപടി പറയണം.
ഈ പൊതുമുതലാണ് ഇവർ എല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നത്. അതിന് ശക്തമായിട്ട് ഞങ്ങൾ നടപടികളിലേക്ക് പോകും. നിങ്ങൾ വിജിലൻസ് അന്വേഷണം പരാതി നൽകും. ഇന്ന് ഞങ്ങൾ വിവരാവകാശം വെച്ചതിന് ശേഷം ഇവർ എന്താ പറയുന്നത്, വളരെ തുച്ഛമായ വിലയ്ക്ക് ഇത് ലേലം ചെയ്തുകൊണ്ട് കൃത്രിമമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സെക്രട്ടറി ഇന്ന് അത്യാവശ്യമായിട്ട് അവിടെ കമ്മിറ്റി വെച്ച് ഇത് ഇന്ന് ലേലം ചെയ്യാനിരിക്കുന്നത്. ഇപ്പം തന്നെ അത് ലേലത്തിനുള്ള നടപടികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസിൽ 1.5 വർഷം മുമ്പേ ലേലം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ വിവരാവകാശം വെച്ചതിന് ശേഷം ഇന്ന് 25-ാം തീയതി അവിടെ പഞ്ചായത്തിൽ ഇപ്പോൾ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിവരാവകാശം ചോദിച്ചപ്പോൾ ഈ ലേലം ചെയ്തിട്ടില്ല എന്നുള്ള മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതെ ലേലം ചെയ്തിട്ടില്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശത്തിൽ ഞങ്ങൾ തന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇതിപ്പോൾ എവിടെ പോയി എന്നറിയില്ല. അതെ, ഈ കമ്പി ആര് കൊണ്ടുപോയി 1-2 ആൾക്കാരോടൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഓരോരോ മെമ്പർമാരുടെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയത്തില്ല. അതിനുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തി പറയണം. പരിശോധനയ്ക്ക് വന്നപ്പം കൃത്യമായിട്ട് നിങ്ങളെ ഇത് അളന്ന് തൂക്കി കാണിച്ചോ? ഇല്ലില്ല, ഒന്നും അളന്ന് തൂക്കിയൊന്നും കാണിച്ചില്ല. പഞ്ചായത്തിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ വന്ന് ജസ്റ്റ് കാണാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 1200 കിലോ പോയിട്ട് 500 കിലോ പോലും ഈ കമ്പിയില്ല. അതുമല്ല, ഈ കമ്പികളൊന്നും ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തോന്നില്ല. വെറും 8 mm മാത്രമേ ഈ കമ്പിയുടെ വലിപ്പമുള്ളൂ. ഇത് തൽക്കാലം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏതോ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള കള്ളത്തനം മാത്രമാണോ ഈ പഞ്ചായത്ത് നടക്കുന്നത്? അല്ലാതെ ഇഷ്ടംപോലെ അഴിമതികൾ നടക്കുന്നുണ്ട്. ഓരോ ആൾക്കാരതിനുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ പക്ഷിപ്പനിയായിട്ട് ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. അതിനും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സമീപവാസിയായ ഒരു ചേട്ടനുണ്ട്. ഇത് നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എത്ര കിലോ ഉണ്ടെന്ന്? അത് കണ്ടിട്ട് ഇവർ പറയുന്ന പോലെ 1500 കിലോ ഒന്നും കാണുന്നില്ല. അല്ല, 1200. അത് പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് അളന്ന് തന്നെ കാണിക്കണം, എങ്കിലല്ലേ നമുക്കത് തൃപ്തിപ്പെടത്തുള്ളൂ, അത് ബോധ്യപ്പെടണമല്ലോ. പിന്നെ അതുപോലെ ഈ വിളക്കുകാലുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അത് ഈ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ, ഇപ്പോൾ ആരാണ് ചെയ്തത്, അതിൻ്റെ കോൺട്രാക്റ്റ് മറ്റ് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വിവരാവകാശം കൊടുത്തിട്ട് അത് കാണിക്കാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അതാണ് എനിക്കും പറയാനുള്ളത്. ഇത് ഇവർ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു വിവരാവകാശം പ്രകാരം റിപ്പോർട്ട് എടുക്കുകയും ചെയ്തിരുന്നു. അതിലും പറയുന്നത് ഇത്തരത്തിൽ ലേലം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് രേഖാമൂലം ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടിയും നൽകിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ എടത്വ ഗ്രാമപഞ്ചായത്തിൽ ഇതിനു മുൻപും നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ട്. പക്ഷിപ്പനി, അത് ചത്ത താറാവുകളെ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടായി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഞങ്ങളൊരു വാർത്ത ചെയ്തതാണ്. എടത്വ ഗ്രാമപഞ്ചായത്തിലെ ഒരു വനിതാ സംരംഭം തുടങ്ങുന്നതിനായി തുടങ്ങിയപ്പോൾ വെറും 30 സെൻറ്റിമീറ്റർ അകലം പാലിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 2 തവണ അവരുടെ കെട്ടിടം പണിയുകയും പിന്നീട് അവസാനം വീടിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നു. അത് ക്രമവൽക്കരണം നടത്തിയില്ല എന്ന് പേര് പറഞ്ഞ് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ആ സംരംഭം നടത്താതെ പോവുകയും അത് ആ കെട്ടിടം അവർ പൊളിച്ചു കളയേണ്ട അവസ്ഥയിലും എത്തിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വിവരം ഈ വാർത്തയായി നൽകിയത്. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അഴിമതികൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും വിജിലൻസ് അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു, അവർ എന്താണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് അറിയുന്നതിനുള്ള ഒരു അവകാശം ഈ ജനങ്ങൾക്കുണ്ട്, എടുത്ത ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്കുണ്ട്. അത് അറിയുന്നതിന് വേണ്ടിയാണ് ഇവർ ഇപ്പോൾ വിവരാവകാശവുമായി സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ 1200 കിലോയോളം കമ്പി ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ നേരിൽ കണ്ടതാണ്. ഇവിടെ ഇത്തരത്തിൽ 1200 കിലോയോളം ഇല്ല, ഏകദേശം 300-500 കിലോയൊക്കെയാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഇവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇവർ വിജിലൻസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ആലപ്പുഴ.